മുഖം ഒരാളുടെ ഐഡന്റിറ്റി ആണല്ലോ. ഞാൻ വരുന്ന ചോദ്യം എന്താണെന്ന് ഇപ്പം തന്നെ വക്കീൽ മനസ്സിലായി കാണും. കാരണം മുഖമില്ലാതെ ഇപ്പം വക്കീൽ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴാണ് ഞാൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്റ്റാണ്. നമ്മൾ തന്നെ നാട്ടിലൊക്കെ പറയൂലേ, കണ്ണി നോക്കി പറയടാ കാര്യങ്ങൾ, അല്ലെ മുഖത്ത് നോക്കി പറയടാ കാര്യങ്ങൾ എന്ന് പറയും ഇല്ലേ, കൊളോക്കിയലായിട്ട് നമ്മൾ അങ്ങനെ പറയും. അപ്പം ഈ നിഖാബ് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ ഐഡന്റിറ്റിയെ തന്നെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു സംവിധാനമല്ലേ? 2 ദിവസം മുമ്പ്, 2 ദിവസമല്ല, ഒരു 4-5 ദിവസം മുമ്പ് രാത്രി ഒരു 10 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് 2-3 സാമൂഹ്യ പ്രവർത്തകർ വന്നു. മുസ്ലിം ലീഗിൻ്റെ എൻ്റെ പ്രദേശത്ത്, ഞാൻ ലീഗല്ല, അവർ വന്നു. അത് കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വക്കീൽ അറിഞ്ഞിട്ടില്ല ചോദിച്ചു. വളരെ എപ്പോൾ കാണുന്നവരാണ്, പള്ളിയിലൊക്കെ കാണുന്നവരാണ്. എന്തെന്ന് അല്ല, ഒരാൾ ഇയാളുടെ പെങ്ങളെ മോള് ഒരാളോട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സംഗതി. അപ്പോൾ 19 വയസ്സുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മയെ മന്ത്രവാദം നടത്താൻ വേണ്ടി വന്ന ഒരു 48 വയസ്സുള്ള ഒരാൾ കൂടെ പോയി. അയ്യോ, എന്നിട്ടോ അല്ല ചാനലുകളിൽ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് വാർത്ത കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് പെങ്ങളുടെ കുട്ടി, അല്ല അതെന്ത് ഫോട്ടോ കൊടുത്തിട്ട് കാര്യമില്ല, അവൾ മുഖംമൂടി ഇട്ടാൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുക. വളരെ സിമ്പിളായി. ഇതാണ് പ്രശ്നം. നമ്മൾ ഒരാളെ കാണുന്നില്ല എന്ന് വിചാരിക്കുക, ഒരാളെ മിസ്സിംഗ് ആയി, മാൻ മിസ്സിംഗ്. പിന്നെ KP ആക്ട് പ്രകാരം പോലീസ് FIR ഇട്ട് ഒരു ഫോട്ടോ പ്രദർശിപ്പിക്കണം എന്ന് വിചാരിക്കുക. മുഖംമൂടി ഇട്ട ഒരു മനുഷ്യനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും?